ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് 6ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് ആയിരുന്നു ക്ലാസ്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, പുതിയൊരു ലെസണും യൂണിറ്റും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കണം. മാത്രമല്ല ഇന്ന് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ടിവിറ്റീസും കൂടി നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ പുതിയ യൂണിറ്റിൻ്റെ പേര്? യൂണിറ്റ് 4 വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ ചെറിയൊരു പാട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഹിയർ ആർ സം പിക്ചേഴ്സ് വിത്ത് ഡയലോഗ്സ്. റീഡ് ദം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. എന്താണ് കുറച്ച് പിക്ചേഴ്സും അവർ പറയുന്ന ഡയലോഗ്സും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, കം ഓൺ എൻജോയ് ദ സമ്മർ ഡിലൈറ്റ്സ്. അതാരാണ്? പുൽച്ചാടി, ഗ്രാസ് ഹോപ്പർ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആൻഡ് നോ വി മസ്റ്റ് കളക്ട് ഫുഡ് ഫോർ ദ റെയിനി സീസൺ. ദെൻ ഗ്രാസ് ഹോപ്പർ, വൈ ബോദർ അബൌട്ട് റെയിനി സീസൺ? വി ഹാവ് പ്ലെൻറ്റി ഓഫ് ഫുഡ് നൗ. അപ്പോൾ എന്തിനാണ് ഈ റെയിനി സീസണെ കുറിച്ചിട്ട് ബോദർ ആവണം? നമുക്കിപ്പോൾ ഒരുപാട് ഫുഡില്ലേ എന്ന് നമ്മുടെ ഗ്രാസ് ഹോപ്പർ ആൻസിനോട് പറയാണ്. അപ്പോൾ ആൻസ് എന്ത് പറയും? വി ഹാവ് നോ ടൈം ടു പ്ലേ, വി ഹാവ് ടു ഫിനിഷ് അവർ ഡ്യൂട്ടീസ്. അപ്പോൾ ഞങ്ങൾക്ക് കളിക്കാൻ ടൈമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടീസൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആൻഡ് പോവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സന്ദർഭം. അപ്പോൾ ഇനി ഇത് ബേസ് ചെയ്തിട്ട് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ അടിയിലത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കാം. വൈ ഡു ദ ആൻസ് വർക്ക് ഹാർഡ്? അപ്പോൾ എന്തിനാണ് ഈ ആൻസ് ഇത്രയും വളരെയധികം അധ്വാനിക്കുന്നത്? അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ? അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കളിച്ച് നടക്കാണ്ട് അവർ അധ്വാനിക്കുകയാണ്. വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ദ റെയിനി സീസൺ? റെയിനി സീസൺ എന്തായാലും എന്താ സംഭവിക്കുക? അവർക്ക് ഈ ധാന്യങ്ങളൊന്നും പറക്കാൻ പോകാൻ പറ്റില്ല അല്ലേ? അപ്പോൾ വിശപ്പാവും. അപ്പോൾ അന്നത്തേക്കുള്ളത് ഇപ്പം തന്നെ അവർ സ്വരൂപിച്ച് വെക്കുകയാണ്. ഇഫ് യു ഹാപ്പൻ ടു സീ ദ ഗ്രാസ് ഹോപ്പർ, വാട്ട് അഡ്വൈസ് വിൽ യു ഗീവ്? എന്ത് അഡ്വൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക? നമ്മൾ അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിക്കുക തന്നെ വേണമെന്ന് അഡ്വൈസ് നമ്മൾ കൊടുക്കും. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ വായിച്ച് പോയാൽ മതി, അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൻ ഹിയർ. വാട്ട് ആർ ദീസ് പീപ്പിൾ ഡൂയിങ്? Who does the work at home? Are all the members of the family responsible for the work here? അപ്പോൾ എന്താണ്? ഒരു വീട്ടിൽ ചെയ്യുന്ന പലതരം ജോലികൾ. അപ്പോൾ ആരൊക്കെയാണ് വീട്ടിലത്തെ ജോലി ചെയ്യുക? അമ്മമാർ മാത്രമാണോ? അല്ല അല്ലേ, വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നുവോ അവർക്കൊക്കെ വീട്ടിൽ ജോലി ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെ ഒന്ന് വായിച്ച് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസണിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ പുതിയ ലെസൻ്റെ പേര്? ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ് എന്ന് പറയുന്ന നമ്മുടെ ന്യൂ ലെസൺ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് കുറേ പാർട്സ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ട് ദ ഡിസ്കഷൻ എന്ന പാർട്ട് നമുക്കിന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒന്ന് വായിച്ച് നോക്കാം. ഫാമിംഗ് ഈസ് നോട്ട് മിയർലി ആൻ ആക്ട് ഓഫ് കൾട്ടിവേറ്റിംഗ് ക്രോപ്സ്. ഇറ്റ് ഗ്ലോറിഫൈസ് ലേബർ, ഹെൽപ്പ് ടു ഡെവലപ്പ് എ കൺസേൺ ഫോർ ഫെല്ലോ ബീയിങ് and bring about a perfection to human life. Read story and realize the importance of farming and its impact on our life and culture. അപ്പോൾ ഫാമിംഗ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഇമ്പോർട്ടൻസും ഒക്കെയാണ് ഈ ലെസണിൽ പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ദ ഡിസ്കഷൻ. One day, some children found in a ravine an object shaped like a grain of corn with a groove down the middle but as large as a hen's egg. അപ്പോൾ എന്താണ് പറയുന്നത്? വൺ ഡേ സം ചിൽഡ്രൻ ഫൗണ്ട്. ഒരു ദിവസം കുറച്ച് കുട്ടികൾക്ക് in a ravine an object shaped like a grain of corn with a groove down the middle ബട്ട് ആസ് ലാർജ് ആസ് ഹെൻസ് എഗ്. അപ്പോൾ ഒരു ഗ്രെയിന്, ഒരു ധാന്യമണിയുടെ പോലത്തെ എന്തൊരു സാധനം കിട്ടി. പക്ഷെ അത് കുറച്ച് വലുതാണ്. ഒരു കോഴിയുടെ മുട്ടയുടെ അത്രക്ക് വലിപ്പമുള്ള എന്തോ ഒരു സാധനം മലയുടെ ചുവട്ടിന്ന് അവർക്ക് കിട്ടി. ഓക്കെ, എ ട്രാവലർ പാസിംഗ് ബൈ സോ ഇറ്റ്. അപ്പോൾ എന്താണ്? അതിൽ കൂടെ പോകുന്ന ഒരു സഞ്ചാരി ഇത് കണ്ടു. ഹി ബോട്ട് ഇറ്റ് ഫ്രം ദ ചിൽഡ്രൻ ഫോർ എ പെന്നി. അപ്പോൾ ഒരു പെന്നി, അതൊരു എമൗണ്ടാണ്, ഒരു പെന്നിക്ക് അത് ആ കുട്ടികളിൽ നിന്നും ആ ട്രാവലർ വാങ്ങി. ഓക്കെ, ഹി ടുക്ക് ഇറ്റ് ടു ദ ടൗൺ ആൻഡ് സോൾഡ് ഇറ്റ് ടു ദ കിങ് ആസ് ഇറ്റ് വാസ് എ ക്യൂരിയസ് വൺ. അപ്പോൾ
അയാളത് എന്ത് ചെയ്തു, അയാളത് ടൗണിലേക്ക് കൊണ്ടുപോയിട്ട് അത് കിങ്ങിന് വിറ്റു. എന്തോ ഒരു കൗതുകകരമായ സാധനമാണെന്ന് വിചാരിച്ചിട്ട് അത് കിങ്ങിന് വിറ്റു. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ കൗതുകകരമായ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. King called all his wise men and told them to find out what the thing was. അപ്പോൾ കിങ് എന്താ ചെയ്തത്? കിങ് അവിടെയുള്ള എല്ലാ ബുദ്ധിമാന്മാരായ മനുഷ്യന്മാരെയും വിളിച്ചിട്ട് ഈ സാധനം എന്താണെന്ന് അവരോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, ദ വൈസ് മെൻ thought but couldn't make head or tail of it. അപ്പോൾ ഈ ബുദ്ധിമാനായ മനുഷ്യന്മാർ കുറേ ആലോചിച്ചു, പക്ഷേ ഇതിനൊരു വാലും തുമ്പൊന്നും കിട്ടിയില്ല. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് ഒരു വിവരം കിട്ടിയില്ല. A few days later, when the thing was laying on a window sill, a hen flew in and pecked at it till she made a hole in it. എന്താ പറയണത്? A few days later, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സാധനം, ഈ ഗ്രെയിൻ ഷേപ്പിലുള്ള സാധനമല്ലേ, അത് നമ്മുടെ ജനലിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഒരു കോഴി വന്നിട്ട് അതിലൊരു കൊത്തിയിട്ട് ഒരു ഓട്ടാക്കി അയ്യമ്മേ. ദെൻ എവ്രി വൺ സോ ദാറ്റ് ഇറ്റ് വാസ് എ ഗ്രെയിൻ ഓഫ് കോൺ. എന്താ ഉണ്ടായി? അപ്പോൾ അത് അവർക്ക് മനസ്സിലായി ധാന്യത്തിൻ്റെ ഒരു തരിയാണെന്ന് അവിടെ നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലായി. ഓക്കെ, The wise men went to the king and said, "It is a grain of corn." അപ്പോൾ അതിൽ ബുദ്ധിമാന്മാരായ മനുഷ്യന്മാരുണ്ട് പറഞ്ഞില്ല, അവരോടല്ലേ കിങ് ചോദിച്ചത്. അപ്പോൾ അവർ കിങ്ങിനോട് പോയി പറഞ്ഞു. എന്താ പറഞ്ഞ? ഇറ്റ് ഈസ് എ ഗ്രെയിൻ ഓഫ് കോൺ. ഒരു കോണിൻ്റെ ധാന്യമണിയാണെന്ന് പറഞ്ഞു. ചോളത്തിൻ്റെ ധാന്യമണി. ഓക്കെ, at this the king was such surprised. He ordered the learned men to find out when and where such corn grew. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ കിങ് ആകെ സർപ്രൈസ് ആയിപ്പോയി അല്ലേ. ഇതൊരു ഒരു ചോളത്തിൻ്റെ ധാന്യമാണെന്ന് കേട്ടപ്പോൾ കിങ് ഭയങ്കര സർപ്രൈസായി. എന്നിട്ട് ഈ കിങ് എന്താണ് ഓർഡർ ചെയ്തത്? ഇങ്ങനത്തെ ചോളമൊക്കെ എവിടെ ഉണ്ടാവുക എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കിങ് ഓർഡർ ചെയ്തു. ഓക്കെ, ദ ലേൺഡ് മെൻ pondered again and searched in their books but could find nothing about it. എന്താ അവിടെയുള്ള അറിവുള്ള മനുഷ്യന്മാരില്ലേ, പഠിച്ച മനുഷ്യന്മാരൊക്കെ ഭയങ്കര അധികം ഭയങ്കര ചിന്തിച്ചു. പിന്നെ കുറേ തിരഞ്ഞു, ബുക്കുകളിലും ഒക്കെ അവർ തിരഞ്ഞു, പക്ഷെ ഇതേ പറ്റിയിട്ട് ഒന്നും അവർക്ക് കിട്ടിയില്ല. സോ ദേ റിട്ടേൺ ടു ദ കിങ് ആൻഡ് സെഡ്. അപ്പോൾ അവർ പിന്നെയും രാജാവിൻ്റെ അടുത്ത് പോയി പറയാണ്, വി ക്യാൻ ഗീവ് യു നോ ആൻസർ, there is nothing about it in our books. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു ഉത്തരം പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ബുക്കിൽ ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയണില്ല എന്ന് പറയും. You will have to ask the peasants. Perhaps some of them may have heard from their fathers when and where a grain grew to such a size. The പെസൻസിനോട് ചോദിച്ചോളൂ. പെസൻസ് എന്ന് പറഞ്ഞാൽ ആരാ? കർഷകരോട് ചോദിച്ചു നോക്ക്. അവരുടെ അച്ഛന്മാരിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ എത്ര വലിപ്പമുള്ള ചോളമൊക്കെ എവിടെ ഉണ്ടാവുക എന്ന് അവർ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവരോട് ചോദിക്കുന്നത് നല്ലത് എന്ന് നമ്മുടെ ആരാണ് അവിടെയുള്ള പഠിച്ച ആൾക്കാർ പറയും. So the king gave orders that some very old peasants should be brought before him. അപ്പോൾ ഈ കിങ് പിന്നെ എന്തിനാ ഓർഡർ ചെയ്തത്? ഈ കുറച്ച് വയസ്സായ കർഷകന്മാരെ കൊണ്ടുവരാൻ ഓർഡർ ചെയ്തു. ഹിസ് സെർവൻസ് ഫൗണ്ട് വൺ സച്ച് മാൻ ആൻഡ് ബോട്ട് ഹിം ടു കിങ്. അപ്പം എന്താണ് അവിടുത്തെ കിങ്ങിൻ്റെ സെർവൻസ്, പരിചാരകരൊക്കെ എന്ത് ചെയ്തു? ഒരു ഓൾഡ് ആയിട്ടുള്ള കർഷകനെ കിങ്ങിൻ്റെ മുമ്പിലേക്ക് കൊടുന്നു. ഹി വാസ് ഓൾഡ് ആൻഡ് ബെൻഡ്, പെയിൽ ആൻഡ് ടൂത്ത്ലെസ്. എന്താ പറയണത്? വളരെയധികം വയസ്സായിക്കണം അയാൾക്ക്, ആകെ വളഞ്ഞൊടിഞ്ഞിട്ട് പല്ലൊക്കെ പോയിക്കണം വയസ്സായ ആളുടെ. ഓക്കെ, അപ്പോൾ അത്രയും പ്രായമുള്ള ഒരാളിനെയാണ് കൊടുക്കുന്നത്. ഹി കുഡ് ജസ്റ്റ് മാനേജ് ടു ടോട്ടർ ഇൻ ടു ദ കിങ്സ് പാലസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രച്ചസ്. അപ്പോൾ എന്താ, കിങ്ങിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറാൻ പറ്റാനിട്ട് ക്രച്ചസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അയാൾ അതിൻ്റെ അകത്തേക്ക് കയറിയത്. ഓക്കെ, ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ബട്ട് ദ ഓൾഡ് മാൻ കുഡ് ഹാർഡ്ലി സീ ഇറ്റ്. ഹി ടുക്ക് ഇറ്റ് ഹവർ ആൻഡ് ഫെൽറ്റ് ഇറ്റ് വിത്ത് ഹിസ് ഹാൻഡ്. ദ കിങ് ക്വസ്റ്റ്യൻ ഹിം സേയിങ്. എന്താണ്, കിങ് ഈ ധാന്യമണി ഈ ഓൾഡ് മാൻക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഓൾഡ് മാൻ എന്താ ചെയ്ത്? കയ്യിലെടുത്തിട്ട് അത് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ രാജാവ് ഈ ഓൾഡ് മാനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. എന്ത് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ക്യാൻ യു ടെൽ us ഓൾഡ് മാൻ വേർ സച്ച് ഗ്രെയിൻസ് ഗ്രൂ?
അപ്പോൾ ഈ ഓൾഡ് മാനോട് ചോദിക്കുകയാണ്, ഇങ്ങനത്തെ ഗ്രെയിൻസ്, ഇങ്ങനത്തെ ധാന്യങ്ങൾ എവിടെ ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അറിയോ എന്ന് ഈ കിങ് ഈ ഓൾഡ് മാനോട് ചോദിക്കുകയാണ്. ഹാവ് യു എവർ ബോട്ട് സച്ച് കോൺ ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്സ്? അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ധാന്യമണികൾ മേടിച്ചിട്ട് നിങ്ങളുടെ കൃഷിയിടത്ത് നട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ദ ഓൾഡ് മാൻ വാസ് സോ ഡെഫ് ദാറ്റ് ഹീ കുഡ് ഹാർഡ്ലി ഹിയർ വാട്ട് ദ കിങ് സെഡ് ആൻഡ് ഓൺലി അണ്ടർസ്റ്റുഡ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി. ഈ ഓൾഡ് മാൻക്ക് വയസ്സായിട്ട് ചെവിയൊന്നും കേൾക്കാണ്ടായി. അപ്പോൾ ഈ കിങ് എന്താ പറയണമെന്ന് മനസ്സിലാക്കാൻ ഈ വയസ്സായ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഓക്കെ, നോ ഹി ആൻസേർഡ് അറ്റ് ലാസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് ഈ ഓൾഡ് മാൻ എന്ത് പറഞ്ഞു? നോ, ഇല്ല എന്ന് പറഞ്ഞു. ഐ നെവർ സോഡ് നോർ റീപ്ഡ് എനി ലൈക്ക് ദിസ് ഇൻ മൈ ഫീൽഡ് നോർ ഡിഡ് ഐ എവർ ബൈ എനി സച്ച്. അപ്പോൾ ഞാൻ ഇതെൻ്റെ പാടത്ത് കൃഷി ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഇതുപോലത്തെ സാധനം ഞാൻ മേടിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. വെൻ വി bought corn, the grains were always such small as they are now. അപ്പോൾ ഞങ്ങളൊക്കെ മേടിക്കുന്ന ടൈമിൽ ഇപ്പോഴത്തെ ധാന്യമണികൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾ മേടിക്കുന്ന ടൈമിൽ എന്ന് ഈ ഓൾഡ് മാന് കിങ്ങിനോട് പറയാണ്. ബട്ട് യു മൈറ്റ് ആസ്ക് മൈ ഫാദർ, ഹി മൈറ്റ് നോ വോ സച്ച് ഗ്രെയിൻ ഗ്രൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ അച്ഛനോട് ചോദിക്കുകയായിരിക്കും നല്ലത്. അച്ഛനക്ക് അറിയുണ്ടാവും ഇങ്ങനത്തെ ധാന്യമണികൾ എവിടെ ഉണ്ടാവണമെന്ന് അറിയുണ്ടാവും. അപ്പോൾ അച്ഛനോട് ചോദിക്കുക നല്ലത് എന്ന് നമ്മുടെ ആര് പറയും? ഓൾഡ് മാന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ദ ഡിസ്കഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ എടുത്തു തന്നതും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ആ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആസ് യൂസ് ചെയ്തിട്ട് സെൻറ്റൻസസ് കമ്പൈൻ ചെയ്യാനാണ്. നമുക്ക് കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്, അവ നമുക്ക് ആസ് യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ദ സെൻറ്റൻസസ് യൂസിങ് ആസ്. ഓക്കെ, അപ്പോൾ നമുക്കത് കമ്പൈൻ ചെയ്ത് നോക്കണം. നോക്കൂ, കിഷോർ ഈസ് ടോൾ എന്ന് ഒരു സൈഡിൽ തന്നിട്ടുണ്ട്. ഇനി അതുപോലെ ടോൾ വരുന്ന ആരെങ്കിലും ഉണ്ടെന്ന് നമുക്ക് അടുത്ത സൈഡിൽ നോക്കാം. ആനന്ദ് ഈസ് ടോൾ ടു. അപ്പോൾ അവിടെയും ടോളാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസസും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആസ് യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ അതെങ്ങനെ എഴുതേണ്ടത് നമുക്കൊന്ന് നോക്കി നോക്കാം. നോക്കൂ, രണ്ട് പേരെയും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? കിഷോർ ഈസ് ആസ് ടോൾ ആസ് ആനന്ദ്. അപ്പോൾ ഇതുപോലെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി എഴുതി നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നിതിൻ ഈസ് യങ്. അപ്പോൾ ഇനി ഇതിൽ യങ് വരുന്ന അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? അതുൽ ഈസ് ഓൾസോ യങ്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. സെൻറ്റൻസസ് കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും? കിഷോർ ഈസ് ആസ് ടോൾ ആസ് ആനന്ദ്, നിതിൻ ഈസ് ആസ് യങ് ആസ് അതുൽ, ടിൻഡു ലൂക്ക runs fast as a deer, Jasmine is as beautiful as a lotus, a grain is as small as an ant. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരിക. പിന്നെ നമുക്ക് അടുത്ത നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഈ സ്റ്റോറി കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി 8. റീഡ് ദ സെൻറ്റൻസസ് ഗിവൻ ബിലോ, റീറൈറ്റ് ദം യൂസിങ് ഹാർഡ്ലി, വൺ ഈസ് ഡൺ ഫോർ യു. അപ്പോൾ എന്താണ്? ഹാർഡ്ലി ഉപയോഗിച്ച് ഇതൊന്നും കൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹാർഡ്ലി യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ബട്ട് ദ മാൻ കുഡ് നോട്ട് സീ ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സെൻറ്റൻസ്. അപ്പോൾ ഈ സെൻറ്റൻസ് ഹാർഡ്ലി യൂസ് ചെയ്തിട്ട് എഴുതിയത് നോക്കൂ. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ബട്ട് ദ മാൻ കുഡ് ഹാർഡ്ലി സീ ഇറ്റ്. അപ്പോൾ അവിടുത്തെ നോട്ട് അവിടുന്ന് മാറ്റിയിട്ട് ഹാർഡ്ലി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു എക്സാമ്പിളാണ് അത്. അപ്പോൾ അതുപോലെ ബാക്കി 4 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ 4 എണ്ണം എഴുതി നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ്, ദ ഓൾഡ് മാൻ വാസ് സോ ഡെഫ് ദാറ്റ് ഹി കുഡ് നോട്ട് ഹിയർ വാട്ട് ദ കിങ് സെഡ്. അപ്പോൾ അതിൽ നോട്ട് മാറ്റിയിട്ട് അവിടെ ഹാർഡ്ലി വയ്ക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെയാണ് ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ, ദ ഓൾഡ് മാൻ വാസ് സോ ഡെഫ് ഹി കുഡ് ഹാർഡ്ലി ഹിയർ വാട്ട് ദ കിങ് സെഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ, ദ വൈസ് മെൻ തോട്ട് ഫോർ എ ലോങ് ടൈം ബട്ട് ഹി കുഡിൻറ്റ് മേക്ക് ഹെഡ് ഓർ ടെയിൽ ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അതെങ്ങനെ വരും? ദ വൈസ് മെൻ തോട്ട് ഫോർ എ ലോങ് ടൈം ബട്ട് ഹി കുഡ് ഹാർഡ്ലി മേക്ക് ഹെഡ് ഓർ ടെയിൽ ഔട്ട് ഓഫ് ഇറ്റ്. ഇനി മൂന്നാമത്തെ, ദ learned men pondered again and searched in their books but could not find anything about it. അപ്പോൾ അതെങ്ങനെ വരും? ദ ലേൺഡ് മെൻ പൊണ്ടേഡ് അഗെയിൻ ആൻഡ് സെർച്ച്ഡ് ഇൻ ദെയർ ബുക്സ് ബട്ട് കുഡ് നോട്ട് മാറ്റിയിട്ട് അവിടെ ഹാർഡ്ലി വെക്കുക.
could hardly find anything about it. ഇനി ലാസ്റ്റ് നാലാമത്തെ we knew nothing of money in our old days. അപ്പോൾ അവിടെ നത്തിങ് നോ എന്ന മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് അവിടെ ഹാർഡ്ലി വെക്കുക. we know hardly of money in our old days. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ആക്ടിവിറ്റി പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ലെസൺ ഡിസ്കസ് ചെയ്തു, ആക്ടിവിറ്റീസ് എല്ലാതും ചെയ്തു. അപ്പോൾ കൂട്ടുകാർക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.